കേരളത്തിലെ കോൺഗ്രസ് ജീർണതയുടെ പരമാവധിയിലെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. രാഹുൽ വിഷയത്തിൽ ഒളിച്ചു കളിക്കുന്നു. പോലീസിന്റെ കൈ ആരാണ് കെട്ടിയത് എന്നും രമേശ്. സിപിഎമ്മും കോൺഗ്രസും തമ്മിൽ കള്ളനും പോലീസും കളിയാണ്. ഒളിവിലിരുന്ന് രാഹുൽ കോൺഗ്രസ് നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. രാഹുലിനെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ സംരക്ഷിക്കുന്നു. രാഹുൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന വിധം എന്ത് തെളിവുകളാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കോൺഗ്രസിന്റെ കയ്യിലുള്ളത്? രാഹുലിന്റെ അടിസ്ഥാന സ്വഭാവം ഇതാണെന്നറിഞ്ഞിട്ടും പ്രധാന പദവിയിലെത്തിച്ചത് എന്തുകൊണ്ടാണെന്നും രമേശ് ചോദിച്ചു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി സാമൂഹ്യ ജീർണതയുടെ ഏറ്റവും അങ്ങേയറ്റം ഉത്തുംഗ സിന്ധത്തിലെത്തിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി സാമൂഹ്യമായും രാഷ്ട്രീയമായും എത്രമാത്രം ജീർണിക്കാൻ സാധിക്കുമോ അതിന്റെ പരമാവധിയിലാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമുള്ളത്. കോൺഗ്രസ് പാർട്ടി പ്രവർത്തകന്മാർക്ക് ആത്മാഭിമാനത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത സാഹചര്യം ഒരുക്കിയത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്ന ഒളിച്ചുകളി ഈ രാഷ്ട്രീയ ജീർണതയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് നടപടി വരുന്നു എന്നൊക്കെ വലിയ വാർത്തകൾ കോൺഗ്രസ് നേതൃത്വം തന്നെയാണല്ലോ ലീഗ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവരും തന്നിട്ടുള്ളത്. എന്നിട്ട് എന്തേ നടപടി വന്നില്ല? എന്തുകൊണ്ടാണ് കോടതിയുടെ വിധി വരുന്നവരെ കാത്തിരിക്കാമെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സമാനമായിട്ടുള്ള രീതി ചെയ്യുമോ? ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതി പോലീസ് സംഘത്തിന് കൈമാറിയത് ഇതേ KPCC നേതൃത്വമാണല്ലോ. സ്വന്തം പാർട്ടിയുടെ ഒരു MLA-ക്കെതിരായി ഒരു പീഡന പരാതി പോലീസിന് കൈമാറിയിട്ടും ആ നേതൃത്വം അദ്ദേഹത്തെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സാങ്കത്യം എന്താണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവില്ല. അതിന്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുവാൻ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗമുണ്ട്. അപ്പൊ ഒളിവിലിരുന്നു കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത്. കോൺഗ്രസ് നേതാക്കന്മാരെ വിരൽത്തുമ്പിൽ നിർത്താൻ എന്ത് തെളിവുകളാണ് രാഹുലിന്റെ കയ്യിലുള്ളത്? LDF ഗവൺമെന്റ് ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? 2 മാസം മുൻപ് തന്നെ സ്വമേധയാ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നു. പക്ഷേ ആഭ്യന്തര വകുപ്പ് അനുവദിച്ചില്ലെന്നും രമേശ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഞാൻ ചോദിക്കുന്നത് LDF ഗവൺമെന്റ് ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? ഇപ്പൊ അദ്ദേഹം കർണാടകത്തിലാണെന്ന് പറയുന്നു. കർണാടക സർക്കാരിന്റെ സംരക്ഷണയിലാണ് എന്ന് പറയുന്നു. ആണോ അല്ലയോ നമുക്കറിയില്ല. ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ഇത്തരം ഒരു കേസിലെ പ്രതിയെ രാജ്യം വിട്ടുപോകാൻ അനുവദിക്കുക, സംസ്ഥാനം വിട്ടുപോകാൻ അനുവദിക്കുക, ഒളിവിൽ പാർക്കാൻ അവസരം കൊടുക്കുക, 7 ദിവസമായിട്ടും അദ്ദേഹത്തെ ട്രേസ് ചെയ്യാൻ കഴിയാതിരിക്കുക, ഇതൊക്കെ ബോധപൂർവമല്ലാതെ പിന്നെ എങ്ങനെയാണ്? ഇതൊക്കെ സ്വാഭാവികമായിട്ടും വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് ഇതിൽ ഒരു കള്ളനും പോലീസും കളിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ഞങ്ങൾ ആദ്യമേ ആരോപിച്ചത്, BJP ആദ്യം തന്നെ ആരോപിച്ചത്, CPM-ഉം കോൺഗ്രസും തമ്മിൽ ഒരു കള്ളനും പോലീസും കളിയുണ്ട്. അതിപ്പോഴും ആവർത്തിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ആദ്യം പരാതി വന്ന സന്ദർഭത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് കേസെടുക്കേണ്ടതായിരുന്നു. അന്ന് കേസെടുത്തില്ല. കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല. കേസെടുക്കേണ്ടതില്ല. ഞാൻ മനസ്സിലാക്കിയത് അന്ന് കേരളത്തിലെ പോലീസ് സ്വമേധയാ കേസെടുക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ സ്വമേധയാ കേസെടുക്കാൻ തയ്യാറാകേണ്ടതില്ല എന്ന് ആഭ്യന്തര വകുപ്പാണ് പോലീസ് നിർദ്ദേശം നൽകിയത്. ഈ പരാതി വന്നതിന് ശേഷം 24 മണിക്കൂറിൽ പോലീസ് ട്രേസ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിൽ സംവിധാനമുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് നിർദ്ദേശം നൽകിയത് ആഭ്യന്തര വകുപ്പാണ്. UTV ന്യൂസ്, പാലക്കാട്.